ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദമേറിയ ദൗത്യമേത് എന്ന് ചോദിച്ചാൽ ആ സമ്മർദ്ദമേറിയ ദൗത്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാവുന്നതിനേക്കാളും മുഖ്യമന്ത്രിയാവുന്നതിനേക്കാളും മറ്റെന്തുമാവുന്നതിനേക്കാളും ഒരു ജൻസിയുടെ അല്ലെങ്കിൽ ടീനേജുകാരൻ്റെയോ ടീനേജുകാരിയുടെയോ മാതാപിതാക്കളാവുക എന്നതാണ്. അത്രമേൽ സ്ഫോടനാത്മകവും അപ്രതീക്ഷിത ഭാവങ്ങളുമൊക്കെയാണ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടങ്ങളിൽ രക്ഷകർത്താക്കൾ എടുക്കേണ്ടി വരുന്നൊരവസ്ഥ. അവരുടെ റെഗുലർ വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ, അവരുടെ സൗഹൃദങ്ങൾ, അവർ വീട്ടിലേക്ക് വരുന്നതും പോകുന്നതുമായ നേരങ്ങൾ, ചിലതിനെ സംബന്ധിച്ച അമിതമായ ഉത്കണ്ഠങ്ങൾ, ചിലതിനെ സംബന്ധിച്ച ചില സൂചനകൾ ലഭിക്കുമ്പോഴുള്ള സമ്മർദ്ദങ്ങൾ, ഇങ്ങനെ അടക്കം നിരവധിയായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് ഇന്നത്തെ ഒരു രക്ഷകർത്താവ്. അറിയാതെയെങ്കിലും നമ്മൾ ചിന്തിച്ചു പോവും, പണ്ടുള്ള നമ്മുടെ രക്ഷകർത്താക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നോ അതോ ഇല്ലായിരുന്നോ എന്നൊക്കെ ആലോചിച്ച് പോവും. പലരോടും അത് ചോദിക്കാൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചല്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ തന്നെ കൂനിന്മേൽ കുരു പോലെ ഈ സമ്മർദ്ദം ഇരട്ടിപ്പിക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കരിയർ ഏജൻസികൾ അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ഏജൻസികൾ എന്ന് പറഞ്ഞ് കുട്ടികളെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വിദ്യാഭ്യാസ സംസ്ഥാനങ്ങളിലേക്കും വിദ്യാഭ്യാസ രാജ്യങ്ങളിലേക്കും ക്ഷണിക്കുന്ന ഒരുതരം കുറേ കാലം മുമ്പ് വരെയുള്ള വസ്തുകച്ചവടത്തിലെ ബ്രോക്കർമാരെ പോലെ, അതിനു മുമ്പ് കല്യാണ ബ്രോക്കർമാരുണ്ടായിരുന്നത് പോലെ ഒരുതരം പീഡിപ്പിക്കലാണ് ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നത്. ഏതാണ്ട് 3000-ലധികം കൺസൾട്ടൻ്റ് ഏജൻസികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഏജൻസികളിൽ വളരെ തത്വങ്ങൾ പാലിച്ച് ക്രെഡിബിളായി ഈ ദൗത്യം നിർവഹിക്കുന്നത് വിരലിലെണ്ണാവുന്നവരാണ്. ബാക്കി എല്ലാവരും ഏതെല്ലാം തരത്തിൽ ഈ രക്ഷകർത്താക്കളിലും കുട്ടികളിലും സമ്മർദ്ദം ചെലുത്തി അതിന് വ്യത്യസ്ത മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് ആ മാർഗങ്ങളിലൂടെ അവരെ വലയിലാക്കി ഒരുപാട് സാമ്പത്തികം ചെലവാക്കി വീട് പോലും പണയം വെച്ച് ഉത്തരവാദിത്വരഹിതമായി ഒരംഗീകാരവുമില്ലാത്ത കോഴ്സുകൾക്ക് എങ്ങും എത്തിച്ചേരാത്ത അവസ്ഥയ്ക്ക് വലിയ വമ്പൻ ഓഫറുകൾ നൽകി പണ്ട് മണലാരണ്യത്തിൽ മണൽ ചുമക്കാനും പനയിൽ കയറാനും മറ്റു പല ജോലികളുടെയും പേര് പറഞ്ഞു കൊണ്ടുപോകുന്നത് പോലെയുള്ളൊരവസ്ഥയാണ് ഇതിലുള്ളത്. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 55,000 മുതൽ 75,000 കുട്ടികൾ വരെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അത് പ്രധാനമായും പോകുന്നത് തൃശ്ശൂർ, കോട്ടയം, അതുപോലെ എറണാകുളം ജില്ലകളിൽ നിന്നാണ്. രണ്ടാമതായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം ഏതാണ്ട് 3 മുതൽ 3.5 ലക്ഷം വരെ വരും ഓരോ വർഷവും. അത് പിന്നെ കർണാടകയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഡൽഹിയൊക്കെ അടങ്ങുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. ഈ സമ്മർദ്ദം ആരംഭിക്കുന്നത് കുട്ടികളുടെയോ രക്ഷകർത്താക്കളുടെയോ മൊബൈൽ ഫോണുകൾ അവർ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നോ സംഘടിപ്പിക്കുന്നതിലൂടെയാണ്. അങ്ങനെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ മുതൽ ഈ കുട്ടികളെയും രക്ഷകർത്താക്കളെയും നിരന്തരം വിളിക്കാൻ 10, 50, 70 ആളുകളെ ഓരോ ദിവസവും 200, 300 നമ്പറുകൾ കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. അതിൽ വളരെ ദയനീയമായൊരു കാര്യം എന്താണെന്നറിയോ? നാട്ടിലെ റിസൾട്ടിൽ, എൻട്രൻസിൽ അല്ലെങ്കിൽ മാർക്ക് വെച്ച് ഇവിടെ പഠിക്കാൻ, ഇവിടെ പലയിടത്തേക്കും പോകാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടെങ്കിലും കിട്ടില്ല എന്ന് ഭയപ്പെടുത്തി, നിങ്ങൾക്കൊരിക്കലും മെറിറ്റിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനൊരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞ് അവരെ മാനസികമായി മറ്റൊരു സ്വപ്നലോകം കാണിച്ച് അതിന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ടാണ് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ വരുമാനമില്ലാതെ ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിസ ഫീസും അതുപോലെ അവരവിടെ കൊണ്ടുവന്ന് ചിലവാക്കുന്ന കാശിലുമാണ് ആ എക്കണോമിയും അതിൻ്റെ പരിസരവുമൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുന്നത്. ഇങ്ങനെ കബളിപ്പിച്ച് ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ഈ സംവിധാനം നിയന്ത്രിക്കാൻ തൽക്കാലം നമ്മുടെ നാട്ടിൽ നിയമപരമായ ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ച ഈ റിസോഴ്സ് ഡ്രെയിനിങ് അഥവാ ഈ മൊബിലിറ്റി, ഈ സഞ്ചാരം, അത് ശരിക്കും ഒരുപാട് കുട്ടികളെ പാഴാക്കിക്കളയുകയും ഇല്ലാതാക്കിക്കളയുകയും കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തിക്കാറുള്ളത്. നമ്മുടെ നാട് ലോകത്തിൻ്റെ മാർക്കറ്റാണ്, ലോകത്തിൻ്റെ വിപണിയാണ്. എന്ത് സംഗതിയും ഇവിടെ വിൽക്കാമെന്നാണ് ലോകം പഠിച്ചിട്ടുള്ളത്. എന്നാൽ അത്രയും സാധ്യതയുള്ള ഒരു മാർക്കറ്റും ഒരു സാഹചര്യങ്ങളിൽ നിലവിലിരിക്കെയാണ് ഇവരുടെ മോഹവലയത്തിൽ കുരുങ്ങി ഒത്തിരി പേർ
അവിടെ എന്തൊക്കെയോ ആണെന്ന് സ്വപ്നം കണ്ട് അവിടേക്ക് യാത്ര തിരിക്കുന്നത്. വലിയ ചതിയാണ്, വലിയ കുരുക്കാണ്, വലിയ കെടുതിയാണ് ഈ വിഷയം. ഇതുകൂടാതെ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒരു വർഷം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ ആ സ്ഥാപനത്തിൻ്റെ ബ്രോക്കറായി മാറുകയാണ്, അവരും ഏജൻ്റായി മാറുകയാണ്. അവരെ കൊണ്ടുപോയ സാധ്യതകൾ അവരും പഠിക്കുകയാണ്. എന്നിട്ട് അവരും എന്തു ചെയ്യുന്നു? നാട്ടിലെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നു, മോഹിപ്പിക്കുന്നു, പറയുന്നു ഞാൻ ഭയങ്കര സേഫാണ്, എനിക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോഴേക്കും വീണ്ടും ഇവിടുത്തെ സ്ഥിതി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വീണ്ടും ഗതിയില്ലാത്തവരും മാർഗമില്ലാത്തവരുമായ ആളുകളാണ്. യഥാർത്ഥത്തിൽ മാർഗവും സംവിധാനവുമൊക്കെയുള്ള രക്ഷകർത്താക്കൾ അവിടുത്തെ വളരെ ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റികളിൽ അവിടെ അഡ്മിഷൻ വാങ്ങി അതിന് 50 ലക്ഷമോ 60 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ മുടക്കി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്കത് പ്രശ്നമല്ല. സാധാരണക്കാരോ അതിൽ താഴെയോ ഉള്ള കുട്ടികളാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇത് ഞാൻ രാവിലെ സംസാരിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഈ ടീനേജുകാരുടെ, കാരണം പ്രത്യേകിച്ച് ഡെർമറ്റോളജി ഡോക്ടറെ അടുത്ത് വരുന്നതെല്ലാം ടീനേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം സൗഹൃദത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥ കേട്ടാണ് വീണ്ടും ഞെട്ടിയത്. അതായത് 2 കഥകൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഇതുപോലെ പഠിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരൻ അവിടെ ചെന്നു, +2 കഴിഞ്ഞാണ് പോയത്, എന്തൊക്കെയോ യൂണിവേഴ്സിറ്റികളെന്നും പറഞ്ഞ് എന്തൊക്കെയോ പഠിച്ചു. 5 വർഷക്കാലത്തോളം അവനവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അവനാകെ ഉണ്ടായ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പയ്യൻ കുറച്ച് കറുത്തിട്ടാണ്. അവൻ മുഖം മുഴുവൻ ഈ രാവിലെ തന്നെ നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് പോലെ ഒരു തരം പുട്ടി ഇടുന്നത് പോലെ, അത് ഡോക്ടറുടെ പ്രയോഗമാണ്, മുഖത്തേക്ക് എന്തൊക്കെയോ ക്രീമുകൾ വാരി തേച്ച് അവൻ്റെ ഉള്ളിൽ അറിയാതെ അവിടെ പോയതിൻ്റെ ആ വെളുപ്പിൻ്റെ സൗന്ദര്യത്തിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ അത്തരം ഒരു ഫീൽ ഉള്ളിൽ കയറിയിട്ട് ഇത് വാരി പുരട്ടുകയാണ്. മുഖത്ത് മാത്രമല്ല, പുറത്ത് കാണാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുതരം മാനസിക പ്രശ്നം പോലെ. അവസാനം മുഖത്ത് മുഴുവൻ കുരുക്കൾ വന്നിട്ട് അമ്മ കൊണ്ടുവന്ന് കാണിക്കാൻ വന്നപ്പോഴാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ഇതൊരു ആൺകുട്ടിയുടെ കഥയാണെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞത്, വളരെ മിടുക്കിയായ ഒരു കുട്ടി ഇതുപോലെ തന്നെ അവിടെ പോകുന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ കൂട്ടുകാരൊക്കെ ഈ ഡോക്ടറുമായി നല്ല സൗഹൃദത്തിലാവുന്നു. കൂട്ടുകാരൊക്കെ ഈ പുകവലി, കഞ്ചാവ് പോലെയുള്ള വലിക്കുന്ന വസ്തുക്കൾ അത് വലിക്കാൻ നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ ഡോക്ടർ അതിൽ മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോകുന്നതിനിടയിൽ എവിടെയോ ഒരുമിച്ച് ടൂറിന് പോകുമ്പോൾ എല്ലാവരും വലിച്ചതിൽപ്പെട്ട് അതിൻ്റെ സുഖം അനുഭവിച്ച് പാസീവ് സ്മോക്കറായി മാറി പിന്നീട് അതിലേക്ക് അഡിക്ഷനാവുന്നു. പിന്നീട് തുടർച്ചയായിട്ട് അത് വലിക്കുന്നു, നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. തിരിച്ചെത്തിയ ശേഷം ഇത് വലിക്കാൻ വീട്ടിൽ സാഹചര്യമില്ലാത്തതുകൊണ്ട് റിസോർട്ടുകളിൽ പോയി സുഹൃത്തുക്കളുമായി താമസിച്ചു വലിക്കുന്നു. അവസാനം എങ്ങനെയൊക്കെയോ അവർ ഊരിയെടുത്തു എന്ന് പറഞ്ഞു. ഏതോ ഒരു പുരോഹിതൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്, ക്രൈസ്തവ പുരോഹിതൻ്റെ. ഇത് ഒരാളിൻ്റെയും 2 ആളിൻ്റെയും കഥയല്ല. ഇതുപോലെ നിരവധിയായ കുട്ടികൾ. ഒരു കുട്ടിക്ക് ഏറ്റവും ഉചിതമായ അവൻ്റെ വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും പറ്റിയ ഇടമേതെന്ന് ചോദിച്ചാൽ അവൻ്റെ വീടിനോളം, അവൻ്റെ നാടിനോളം, അല്ലെങ്കിൽ അവനെ വീട് പോലെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത അകലത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും വലിയ അപകടകരമായ സംഗതികളാണ് സൃഷ്ടിക്കുന്നത്. ഒരു 10% ചിലപ്പോൾ രക്ഷപ്പെടുന്നതിന് പകരം 90% പലതരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായി ഭാവി നഷ്ടപ്പെടുന്ന തരത്തിൽ കുറേ പേർ ഈ മയക്കുമരുന്നിൻ്റെ ലോകത്ത്, കുറേ പേർ അവിടെ ചെന്ന് കഴിഞ്ഞൊന്നും കിട്ടാതെ വരുമ്പോൾ ഇഷ്ടംപോലെ മദ്യം വാങ്ങിച്ച് കുടിച്ച് അതിന് കുടിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് അതിന് ചേരണം ഇതിന് ചേരണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കാശയപ്പിച്ച് വല്ലാത്തൊരു കുരുക്കിലാണ് ചെന്നുപെടുന്നത്. ഇത് ദയവായി രക്ഷകർത്താക്കളും മനസ്സിലാക്കണം. കൺസൾട്ടൻ്റ് ഏജൻസിക്കാരോട് പറയാനുള്ളത്, ഈ അവയവ വിൽപ്പന പോലും മരിച്ചവരുടെ അവയവം എടുത്താണ് വിൽക്കുന്നതെന്ന് വെക്കാം. ഇത് ജീവനുള്ള സ്വപ്നങ്ങളെയാണ് നിങ്ങളൊരു തത്വവുമില്ലാതെ വിറ്റ് തിന്നുന്നത്. ആ കാശ് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്ക് പോലും പ്രയോജനപ്പെടില്ലെന്ന് അത്രയുമെങ്കിലും ഓർത്തിരിക്കുക.